എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗൾഫ് മേഖലയിലെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യവും ഹോർമോസ് കടലിടുക്കിലെ പ്രതിസന്ധി കാരണം ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യമാണ്. എന്നാൽ ഈ ഒരു പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ആശ്വാസകരമായിട്ടുള്ള ചില നിർണായകപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെയും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധികളെയും പശ്ചാത്തലത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന പ്രധാനമായിട്ടുള്ള കരുതലുകളെ കുറിച്ചുള്ള ഈ ഒരു റിപ്പോർട്ട് നമുക്ക് പ്രധാനമായിട്ടും പരിശോധിക്കാം. രാജ്യത്തെ ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് 2 ക്രൂഡ് ഓയിൽ കപ്പലുകളും 2 LNG കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഊർജ്ജക്ഷാമം പരിഹരിക്കുന്നതിനായിട്ടുള്ള അടിയന്തര നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും ട്രെയിനുകളിലെ ഭക്ഷണവും ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. LPG ക്ഷാമം ട്രെയിനുകളുടെ ഭക്ഷണ വിതരണത്തെ ബാധിക്കാതിരിക്കാൻ മൈക്രോവേവ് ഇൻഡക്ഷൻ സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് LNG അധിഷ്ഠിതമായിട്ടുള്ള കപ്പലുകൾ നിർമ്മിക്കുവാനുള്ള 2000 കോടിയുടെ മെഗാ ഓർഡർ കൊച്ചി കപ്പൽ നിർമ്മാണശാല സ്വന്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും 2026 മാർച്ച് 13 കണക്കനുസരിച്ച് കേരളത്തിലെ വിവിധ നഗരങ്ങളിലെ ഏറ്റവും പുതിയ LPG നിരക്കുകൾ താഴെ നൽകുന്നു. പ്രധാനമായിട്ടും ഈ ഒരു മാസം സിലിണ്ടർ ഒന്നിന് 60 രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് 922 രൂപയാണ് നിലവിലെ വില, കൊച്ചി 920, കോഴിക്കോട് 921, കോട്ടയം 920, കണ്ണൂർ 933, കൊല്ലം 922. ഇതാണ് നിലവിലെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.